ഭാരതാംബയെ അവഹേളിച്ച സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ബി.ജെ.പി. തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ എത്തിച്ചേരും. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഒരു രാജ്യത്തിന്റെ പ്രതീകമായ ഭാരതാംബയെ എങ്ങനെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് അവഹേളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രശാന്ത്, ഓരോ പ്രാവശ്യവും രാജ്ഭവനിൽ ആദ്യം തുടങ്ങിയത് കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം, അവഹേളനം, ഇതെല്ലാം തികച്ചും ബോധപൂർവമായിരുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, തീർച്ചയായും ആദ്യം കൃഷിമന്ത്രി പി പ്രസാദിൽ നിന്നാണെങ്കിൽ അത് പിന്നീട് സംഘടിതമായൊരു ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഭാരതാംബയോടും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഗവർണറോടും ഗവർണറെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങളെല്ലാം ചെന്നെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിനെ സംഘടിതമായി ചേർന്നുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എന്ന രീതിയിൽ എന്ന് തോന്നിക്കുന്ന വിധത്തിലെല്ലാം തന്നെയാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നതും ഈ അവഗണനകളെല്ലാം നടക്കുന്നതും. ആ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പി. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ, കാരണം ഇത്തരം സമീപനങ്ങൾക്ക്, ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടൊരു മുന്നറിയിപ്പ് നൽകുവാൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വിസിയും ബി.ജെ.പി. നേതാവുമായ എം അബ്ദുൽ സലാം നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഈ ഭാരതാംബയെ ദേശീയ ബിംബമായി കാണുന്ന ഭാരതാംബയെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നെങ്കിൽ ഞാൻ പറയേണ്ടത് അതാണ്. ഈ ഒരു സംഘടിതമായ രീതിയിലുള്ളൊരു ശ്രമം ആണ് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ദേശീയ ബിംബമായി കാണുന്ന ഭാരതാംബയെ ഇങ്ങനെ അവഗണിക്കുന്നത് സംശയമില്ലാത്ത കാര്യമല്ലേ. ഏത് നല്ല കാര്യം പറഞ്ഞാലും എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഡെമോക്രസി അല്ലേ, കണ്ണുടച്ച് എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരെതിർക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് വന്നതിന് ശേഷം ഇതിന് രണ്ട് കാര്യം ഞാൻ കണ്ടത്. ഒന്ന്, ഇത് വേണ്ടാത്ത കാര്യമായിരുന്നു, ഇങ്ങനെ പ്രശ്നമുണ്ടായി. രണ്ടാമത് ഞാൻ കണ്ടത് ഇതിലൊരു ഗുണമുണ്ട്. കാര്യം ഭാരതാംബ എന്നുള്ള വാക്ക് എല്ലാവരുടെയും മനസ്സിൽ ചെല്ല്. എന്താണ് ഈ ഭാരതാംബ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് എല്ലാവർക്കും ഒരു അമ്മയുണ്ടല്ലോ, പ്രസവിച്ച് നമുക്ക് വേറൊരു അമ്മയെ ഏൽപ്പിക്കുകയാണ്, ഭാരതത്തിൻ്റെ അമ്മയെ. അതാണ് ഭാരതത്തിൻ്റെ അമ്മ. 145 കോടി ജനങ്ങളുള്ള അമ്മയാണ്. അപ്പോൾ അത് കാണുന്നതിന് നമ്മളെന്താണ്, നമ്മുടെ ഭാരതത്തിൻ്റെ 145 കോടി ജനങ്ങളും ജനിച്ച ആ ഭൂപടമാണ് ആദ്യം എടുത്തു വയ്ക്കുന്നത്. പിന്നെ നമ്മൾ അമ്മയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗോഡസിൻ്റെ പടം വയ്ക്കും, അല്ലേ? പിന്നെ ഓരോരുത്തർ അവരുടെ ഇഷ്ടമുള്ള, ഉദാഹരണത്തിന് നോർമലി നമ്മുടെ നമ്മുടെ പതാകയുണ്ട്, ദേശീയ പതാക വയ്ക്കാം. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരാണെങ്കിൽ അവരുടേതായ അടയാളങ്ങൾ കൊടുക്കും. ഇവർക്കും വയ്ക്കാം, ഈ അമ്മ എടുക്കാം, അമ്മയുടെ മുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഗോഡസിനെ വയ്ക്കാം. അവർക്ക് വേണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പതാക അവിടെ വെച്ചോട്ടെ. അൾട്ടിമേറ്റ്ലി നമ്മുടെ കോൺസെപ്റ്റാണ് പ്രധാനം. നമ്മുടെ ബയോളജിക്കൽ മദർ, നമ്മുടെ ജിയോളജിക്കൽ മദർ 145 കോടി ജനങ്ങളുടെ അമ്മയാണ്. അമ്മ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തറയെ തൊട്ടിട്ട് ഈ അത്ലറ്റ്സ് കണ്ടിട്ടുണ്ട്, തറയെ തൊട്ട് വന്ദിച്ചിട്ടല്ലേ കണ്ടിട്ടുണ്ട്, തറയെ തൊട്ട് വന്ദിച്ചിട്ടല്ലേ കയറുന്നത്. ആ അമ്മയെ വന്ദിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഒരു സങ്കല്പം ഡെവലപ്പ് ചെയ്താണ് 145 കോടി ജനങ്ങളുടെ ഒരേ ഒരമ്മ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. ആ മോഡൽ ഒരു അക്സെപ്റ്റഡ് മോഡലാണ്, അല്ലേ? അതിൽ ചിലർക്ക് ഡെമോക്രസിയിൽ അവർക്ക് വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം. മാറ്റങ്ങൾ കൊടി മാറ്റുന്നതോ നിറം മാറ്റുന്നതോ ഒക്കെ ആവാം. അൾട്ടിമേറ്റ്ലി പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും അമ്മ വന്നാണ്. അമ്മയെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതാണ്. രോഹിണി, അത് തന്നെയാണ്. മാതൃസങ്കല്പത്തിലാണ് നമ്മൾ കാണുന്നത്. അത് ഭൂമിയായാലും ശരി, നമ്മുടെ മലകളും പുഴകളും എല്ലാം പവിത്രമായ സങ്കല്പത്തിൽ, അമ്മ സങ്കല്പത്തിലാണ് ഭാരതീയർ കാണുന്നത്. ആ സങ്കല്പമാണ് പരമപ്രധാനമായിട്ടുള്ളത്. അത്തരം സങ്കല്പത്തെയാണ് ഇല്ലാതാക്കുവാനായിട്ട് ഇത്തരം ഈ ശ്രമങ്ങൾ നടത്തുന്നത്. CPM-ൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും നടത്തുന്നത്. ഈ സങ്കല്പത്തെ തച്ചു തകർക്കുക, ഈ സങ്കല്പത്തെ ഇല്ലാതാക്കുക, അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും സംസ്കൃതിയും തന്നെ നശിപ്പിക്കുക എന്നതടക്കമുള്ള ഒരു
ഗൂഢലക്ഷ്യവും ഗൂഢശ്രമങ്ങളും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ പ്രതിഷേധങ്ങൾ, ഈ കരുതിക്കൂട്ടിയുള്ള പ്രതിഷേധങ്ങളും അടക്കങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നത്. ഇതൊന്നും അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള വാക്കുപിഴയായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഒരു ഏകപക്ഷീയ പ്രതിഷേധങ്ങളായിട്ട് കണക്കാക്കി തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ഭാരതാംബയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇപ്പോൾ BJP സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾ പുരോഗമിക്കും. ഇപ്പോൾ BJPയുടെ